ഗുഡ് മോർണിംഗ്. രജിത ബാലുവാണേ. ഓർക്കിഡുകൾക്കുണ്ടായേക്കാവുന്ന മഴക്കാല രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളും എന്ന വിഷയത്തെ ആസ്പദമാക്കി മോഹന ഓർക്കിഡ്സിലെ മോഹനേട്ടൻ നൽകുന്ന നിർദ്ദേശങ്ങളും പ്രതിവിധികളുമാണ് ഞാൻ ഈയിടെയായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഏറെ പ്രയോജനമാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോഴേ എങ്ങാനും ഏതെങ്കിലും പ്ലാന്റ്സിന് കേടുപാടുകളുണ്ട്, അത് നമുക്ക് അടുത്തൊരു വീഡിയോ വരെ കാത്തു നിൽക്കാനുള്ള സമയമില്ല, പ്ലാന്റ് കേടാകും എന്നുള്ള ഒരു അവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായും വീഡിയോയ്ക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. മോഹനേട്ടനെ ഫോണിലൂടെ ബന്ധപ്പെടുകയും അതിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചെടിയെ പരിപാലിച്ച് അതിനെ തിരികെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്നും കൂടെ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പോഴേ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ ഓർക്കിഡ് ലവേഴ്സിനെയും ക്ഷണിക്കുകയാണ്. കൂമ്പ് ചീച്ചൽ എന്ന് പറയുന്നത് കൂമ്പ് ചീച്ചലാണ്. കൂമ്പ് ചീച്ചൽ ഒരു ഫംഗൽ ഡിസീസ് തന്നെയാണ്. ഇത് കൂടുതലും ഉണ്ടാകുന്ന ഡെൻഡ്രോബിയം, ഒൻസീഡിയം, വാൻഡ, മുക്കാറ അങ്ങനെയുള്ള ചെടികൾക്കാണ് സംഭവിക്കുന്നത്. ചീയും എങ്ങനെ നമ്മൾ മനസ്സിലാക്കാം? കൂമ്പ് ചെയ്യൽ ലക്ഷണം നോക്കിയിട്ട് മനസ്സിലാക്കണം, അല്ലാണ്ട് കൂമ്പ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ കഴിയില്ല. ചെടി കാടായി പോകുമ്പോഴാണ് നമ്മൾ കൂമ്പ് ചെയ്യുന്നത് അറിയുള്ളൂ. ഈ ഒൻസീഡിയത്തിനും ഡെൻഡ്രോബിയത്തിനും ലക്ഷണം നമ്മൾ നോക്കണം. ആ ലക്ഷണം നോക്കിയിട്ട് കൂമ്പിന്റെ ഇല കൂമ്പല കേടാവുന്ന ഒരു കളർ വ്യത്യാസം വരും. ഒരു മഞ്ഞയല്ല പച്ചയല്ലാത്ത നടക്കൂടെ കൂമ്പല കളർ മാറി നിൽക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇത് കൂമ്പ് ചീച്ചലിന്റെ ആരംഭം മനസ്സിലാക്കുന്നത്. കൃത്യസമയത്ത്, അതായത് അന്ന് തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ മരുന്ന് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് ചീച്ചലായി മാറും. മരുന്ന് ഇറിഡോമിൽ ഗോൾഡ് തന്നെയാണ്. ഇറിഡോമിൽ ഗോൾഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളം ആഴ്ചയിൽ 1 വീതം, അങ്ങനെ 1-2 തവണ കൊടുത്താൽ പോരാ. 3 തവണ കൊടുക്കാം. 3 തവണ കൊടുത്തു കഴിഞ്ഞാൽ രോഗം മാറുന്നതാണ്. ഈ മരുന്ന് കൊടുത്തില്ല എങ്കിൽ ചീച്ചൽ ചീറ്റിട്ടിറങ്ങും. കാരണം നമ്മൾ നനയ്ക്കുമ്പോഴും വളം ചെയ്യുമ്പോഴൊക്കെ ആ ചീഞ്ഞ ഭാഗത്ത് വെള്ളം വരുന്നുണ്ട്. വെള്ളം കെട്ടി നിന്നാലും അല്ലെങ്കിൽ തന്നെ ചീച്ചൽ കീഴ്പ്പെട്ടിറങ്ങും. ഇറങ്ങി കീഴ്പ്പെട്ട് വരും. 3-4 ഇല കീഴ്പ്പെട്ട് വരുമ്പോഴേക്കും മുകളിലത്തെ ഈരണ്ടല ഒഴുകിയെടുത്താലും 10 നിറൊക്കെ ഉണ്ടാവും. പിന്നെ അവസാനം അറ്റം വരെ കേടായി പോകാറേ പറ്റുള്ളൂ. അതിനൊന്നും അവസരം വെക്കരുത്. നമ്മള് ഇത് മരുന്നടിക്കാൻ കഴിഞ്ഞില്ല, കൂമ്പ് തണ്ട് ചീഞ്ഞ് കൊണ്ട് അത് മുറിച്ച് കളയാണ് കുറച്ച് നല്ലത്. അപ്പൊ അടിയിൽ നിന്ന് പുതിയ മുളപ്പൊക്കെ വരാൻ തുടങ്ങും. ഇത് നമ്മൾ കൊടുത്തു കഴിയുമ്പോ ഇത് കൂടാണ്ടും ചീച്ചല് വരാൻ വേറെ നിലയ്ക്ക് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഈ പൂമ്പാറ്റ പോലെ ഉള്ള ചെറിയ ഇതുണ്ടല്ല, പൂമ്പാറ്റ പോലെ പറന്നു പോകുന്ന ചെറിയ ശൽക്കങ്ങൾ. അതിന് പൂമ്പാറ്റ മാതിരി തന്നെ, പക്ഷെ പൂമ്പാറ്റ അത്രയും വലിപ്പുണ്ടാവില്ല. ഒരു മീഡിയം സൈസ്. അതില് വെള്ള, മഞ്ഞ, കറുപ്പ് നിറത്തിലൊക്കെ പലതുണ്ട്. ഇവര് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരാണ്. ഇവരിത് മാത്രമല്ല, നീരൂറ്റി കുടിക്കുന്ന പലവിധ കീടങ്ങൾ, ചിത്രകീടങ്ങള്, ഇതുകൂടാതെ പിച്ചാടികള്, ഇങ്ങനെ പല കീടങ്ങളും ഒക്കെ നീരൂറ്റുന്നവരൊക്കെ രാത്രി കാലങ്ങളിൽ താമസം ഈ ഡെൻഡ്രോബിയത്തിൽ തന്നെയാണ്. ഇവര് ഏറ്റവും മുകളിലാണ് വന്നിരിക്കുന്നത്, താമസാക്കുന്നത്. ഇവരിവിടെ വന്നിരിക്കാതെ മാത്രമല്ല, അവിടെ നിന്ന് മുട്ടയിടും. അപ്പൊ ഈ മുട്ട വീടും ചിലപ്പോ മുകളിൽ കൂമ്പിലൊക്കെയാണ് എങ്കിൽ ഈ മുട്ട കുറച്ച് വലുതായിട്ട് ലാർവ പൂക്ക സമയമാകുമല്ലോ. ആ സമയത്ത് വന്നിട്ട് ഇവര് ഇണക്കം വെക്കും. ഇണക്കം വെച്ചിരിക്കാനെ ഉള്ള സഞ്ചരിക്കേണ്ട സമയമായിട്ടില്ല. ആ സമയത്ത് അവർക്ക് അവിടെ ഇരുന്നിട്ട് അവരെവിടെ ഇരിക്കുന്നു അവിടുത്തെ നീരൂറ്റാനെ പറ്റുള്ളൂ. അങ്ങനെ നീരൂറ്റി അവിടെ ഒരു ഒരു വ്രണം ഉണ്ടാക്കി. അത് പിന്നീട് ഇൻഫെക്ഷൻ ആകുന്ന ഒരു ചീച്ചലിന് കാരണമാവുന്നുണ്ട്. ഒരു 80% അവിടെ ചീച്ചൽ വരാം. അതിന് നമുക്ക് ആ ലക്ഷണം കൊണ്ട് അറിയാം. ഇതിന് നമുക്ക് ഈ ക്ഷതം പറ്റിയ സമയത്ത് നമുക്ക് കൂമ്പ് വിളിച്ച് കാണാം. ഒരു ഉണങ്ങിയ കൂമ്പല ഒരു ഉണങ്ങിയ മരുന്ന് നിൽക്കുന്നത് കാണാം. പഴുത്ത കളറല്ല, ഉണങ്ങിയ പോലെ നിൽക്കുന്നത് കാണുന്നത് കൂടെ നമ്മൾ മനസ്സിലാക്കുള്ളത് ഇത് കൂമ്പ് ചെയ്യാൻ ഇടയുണ്ടെന്നുള്ളത്.
രണ്ടിനും മരുന്നൊക്കെ ഒന്ന് തന്നെയാണ്. ഈ ഇൻഡോസിൽ കൊണ്ട് തന്നെയാണ് നമ്മള് ഈ മരുന്ന് പറയുന്നത്. ഈ മരുന്ന് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് ശരിക്കും ഇത് കഴിഞ്ഞാൽ ചീന കൂമ്പ് പോയിട്ട് അതിപ്പോ പുതിയ കൂമ്പ് പുറത്തു വരുന്നത് കാണാം. അത് നമുക്ക് കാണാൻ കഴിയും. അത് ഞാനത് ആ ഭാഗത്തേക്ക് ഇതിലെടുത്ത് കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് കൂമ്പ് ചീഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ. അപ്പൊ ഒരു കറുത്ത കളറായി ചീഞ്ഞ് കൂമ്പ് കറുത്ത കളറായി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗം പോയിട്ട് മനസ്സിലാക്കണം. മരുന്നടിച്ചിട്ടുണ്ട് എങ്കിൽ ആ കറുത്ത ആ ഭാഗം പോയിട്ട് പുതിയ കൂമ്പ് വരുന്നിടത്ത് നമ്മൾ കാണാൻ കഴിയും. അപ്പൊ നമ്മള് ഈ സമയത്ത് മരുന്ന് കൊടുത്താലാണ് ആ കൂമ്പിലേക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ആ തണ്ട് ആ ഭാഗം എവിടെ വന്നു വെച്ചാൽ പോകാൻ സാധ്യതയുണ്ട്. അതാ ശ്രദ്ധിക്കുക. ഈ സമയത്ത് കൂമ്പിച്ചിന്റെ സമയമാണ് മരുന്ന് കൊടുക്കണം. അടുത്ത രോഗവും അതിനുള്ള പ്രതിവിധിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എന്ന വിശ്വാസത്തോടെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.